കിണറ്റിൻ കരയിൽ പതിവായി വന്ന് കരയുന്ന പൂച്ചയെ കണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലർ വിശന്നിട്ടാണെന്ന് കരുതി പൂച്ചയ്ക്ക് തിന്നാൻ കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു. പക്ഷെ പൂച്ചയുടെ കരച്ചിൽ നിന്നില്ല. സ്കൂൾ വിട്ട് പിള്ളേർ കടന്നു പോകുന്നത് കണ്ടിട്ട് പൂച്ചയുടെ കരച്ചിലിന് ശക്തി. നാട്ടുകാർക്ക് സംശയം തോന്നി കിണറ്റിലേക്ക് നോക്കി. ചെവി വട്ടം പിടിച്ചപ്പോൾ ആഴമുള്ള കിണറ്റിൻ്റെ അടിയിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കുന്നത് പോലെ തോന്നി. പൂച്ചയുടെ കുഞ്ഞ് വീണുപോയതായിരിക്കുമെന്ന് ആരോ അഭിപ്രായപ്പെട്ടു. അവർ അഗ്നിശമന സേനയെ വിളിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വികാരഭരിതനായി. സാറിനുമില്ലേ ഒരമ്മ? സാർ കിണറ്റിൽ വീണു പോയാൽ ആ അമ്മയും കരയില്ലേ? ആ പറഞ്ഞ വാക്ക് പ്രാക്കാവാതിരിക്കാൻ ഫയർഫോഴ്സ് പാഞ്ഞെത്തി. നാട്ടുകാർ കൂട്ടം കൂടി കപ്പിയും കയറും തൂക്കി ഓഫീസർ താഴേക്കിറങ്ങി. ഏകരും ആകാംക്ഷഭരിതരായി കാത്തുനിന്നു. പൂജ പ്രതീക്ഷയോടെ താഴേക്ക് നോക്കി നിന്നു. താഴെ നിന്നും സിഗ്നൽ കിട്ടിയപ്പോൾ അവർ കയർ വലിച്ചു പൊക്കി വന്ന ആളുടെ കയ്യിൽ തണുത്തു മരച്ച് പേടിച്ചിരണ്ട ഒരു വെളുത്ത പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിപ്പൂച്ചയെ കണ്ടതും തള്ളപ്പൂച്ച കരഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുറ്റിപ്പിടിച്ചും നക്കി തുടച്ചും സ്നേഹം പ്രകടിപ്പിച്ചു. തള്ളപ്പൂച്ചയുടെ കണ്ണുകൾ കുടുകുടാ കുക്കുടു നിറഞ്ഞൊഴുകി. തളർന്ന പൂച്ചക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവൾ കേരള ഫോഴ്സിനും നന്മ നിറഞ്ഞ നാട്ടുകാരോട് നന്ദി പറഞ്ഞു.